വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന നിങ്ങളിൽ പലരും പല ചാനലിലും കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ മെനഞ്ഞാന്ന് പാതിരാത്രി വന്ന ഒരു ഫേക്ക് ന്യൂസ്, വൈറലായിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസ്, നമ്മുടെ കേന്ദ്ര വിദ്യാലയ സംഘത്തിന്റെ 2025 ടീച്ചിങ് വേക്കൻസി ആയിട്ടും പരീക്ഷ രീതിയെക്കുറിച്ച് വന്ന, ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. അതായത് 3 ടയർ സിസ്റ്റം അല്ലേ, KVS-ലേക്കും NVS-ലും ഒക്കെ അപേക്ഷ വിളിക്കുമ്പോൾ അതിന്റെ പരീക്ഷ 3 ടയർ സിസ്റ്റത്തിലേക്ക് മാറുന്നു എന്നുള്ളൊരു പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫേക്ക് ന്യൂസ്, ഒരു ഫേക്ക് വെബ്സൈറ്റ് കേന്ദ്ര വിദ്യാലയ സംഘവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുകയും അതിന്റെ ഫലമായിട്ട് കുട്ടികളെ കുറെ നേരം പാനിക്കാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂസിനെ പറ്റി ജസ്റ്റ് ഒന്ന് സംസാരിക്കാനാണ്. തുടക്കത്തിലേ പറയട്ടെ, അങ്ങനെ ഒരു സംവിധാനം ഇല്ല, വന്നിട്ടില്ല. ഓക്കെ, വരുവാണെങ്കിൽ തന്നെ ഒരു 10% അതിന്റെ സാധ്യതയുള്ളൂ. എന്തായാലും വരാൻ സാധ്യത വളരെയേറെ കുറവാണ്. അപ്പൊ അതിന്റെ ഒരു ഫേക്ക് ന്യൂസ് വന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അതൊരു ഫേക്ക് ന്യൂസ് ആണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ KVS-ഉമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഫലമായിട്ട് അവിടെ നിന്ന് മെയിൽ കിട്ടി. നമുക്ക് നമ്മൾ ഇന്നലെ മെയിൽ അയച്ചു. അപ്പൊ തിരിച്ച് റിപ്ലൈ കിട്ടി. തിരിച്ച് റിപ്ലൈ വന്നതിന് ശേഷം തിരിച്ച് റിപ്ലൈ തരുകയും അതിനുശേഷം അവർ സൈറ്റിൽ അതിന്റെ അപ്ഡേഷൻസ്, അതിന്റെ നോട്ടീസ് അവർ ഇറക്കുകയും ചെയ്തു. ഞാൻ പറയാം. ഓക്കെ, നമ്മൾ മെയിൽ അയക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് മെയിൽ അയച്ചു. മെയിൽ അയച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ മെയിൽ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എന്താണ്, I am writing to bring to your attention concerning issues regarding a fake advertisement being circulated on various telegram channels. ഇങ്ങനെ ഒരുപാട് ടെലഗ്രാം ചാനൽസ് ഉണ്ടായിരുന്നു ഇങ്ങനെ കൊടുത്തിരുന്ന ഈ ഒരു രീതിയിലേക്ക്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ദിസ് ഫാൾസ് നറേറ്റീവ് ഈസ് നോട്ട് ഓൺലി സ്പ്രെഡിങ് പാനിക് among students but also playing with their emotions and academic aspirations എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ അവർക്ക് ഫോർവേഡ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ട് ആ മെയിൽ എന്താണെന്ന് ഞാൻ കാണിക്കാം. മീൻസ് മെയിലല്ല, സോറി, ആ ഒരു ഫേക്ക് നോട്ടീസ് ഇതായിരുന്നു. ആ ഫേക്ക് നോട്ടീസ് ഇങ്ങനെ ഒരു, അതായത് ഇത്രയും ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വേറൊരു നോട്ടീസിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇത് കോപ്പി ചെയ്തിട്ട് താഴോട്ട് വേറൊരു നോട്ടീസ്, ഇങ്ങനെ മിസ്റ്റർ നിതീഷ് പാണ്ഡെ കമ്മീഷണർ കേന്ദ്ര വിദ്യാലയ സംഘടന എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അടിച്ചുണ്ടാക്കി. ഈ ഒരു ലെറ്റേഴ്സ് വിത്ത് റെഫറൻസ് ടു ദ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ വൈഡ് ദയർ ലെറ്റർ ഡേറ്റഡ് 15/3/2025. I am pleased to inform you that a proposal of implementing 3-tier examination structure for KVS recruitment has been approved by the ministry. ഓക്കെ, അതിനെ തുടർന്ന് അതിന്റെ താഴോട്ടുള്ള അതിന്റെ കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ഫേക്ക് ആണെന്ന് കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് നോർമൽ ആയിട്ടുള്ള ലെറ്റർ ആണ്. ഇതിന്റെ ഫോണ്ട് അല്ല താഴെ കിടക്കുന്ന ഫോണ്ട്. ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോണ്ടേ അല്ല, മുകളിൽ കിടക്കുന്ന ഫോണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ താഴോട്ട് ഇങ്ങനെ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ട് വീണ്ടും താഴോട്ട് വരുമ്പോഴത്തേക്ക് അവർ അതിൽ പറയുന്നുണ്ട്, ആ നോട്ടീസിൽ പറയുന്നതാണ് എന്താണ് ഇവിടെ it is proposed to initiate the process of selecting a suitable recruiting agency conduct the 3-tier examination a tendering process. ഇതിനു വേണ്ടി ടെൻഡറിങ് വിളിക്കുന്നു. എന്തോ ഒരു ഫേക്ക് വാർത്ത എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ട് സോറി, പല ചാനലുകളും 3-tier ആക്കി അപ്രൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വാർത്തകൾ കൊടുത്തു. മീൻസ് ഈ ന്യൂസ് വിട്ട് വൈറലാണെന്നും പറഞ്ഞിട്ട്, ഓക്കെ നിങ്ങൾ പഠിച്ചുകൊള്ളണം, അതാണ് ഇതാണ് മറ്റേണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ സംവിധാനങ്ങൾ വന്നു. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫേക്ക് നോട്ടീസ് ഉണ്ടാക്കി വിടുക, അല്ലെങ്കിൽ ഇത് വരുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് നമ്മുടെ KVS-ന്റെ സൈറ്റിൽ പോയി നോക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഉദ്യോഗാർത്ഥികളെ പാനിക്കാക്കാൻ വേണ്ടി വിടുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂണുകൾ പോലെ മുളച്ചു പൊന്തിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, കോഴ്സുകൾ. ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോഴത്തേക്ക് ടയർ 1-ന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം, ഒരു കോച്ചിങ് നടത്താം, ടയർ 2-ന് വേണ്ടിയിട്ടുള്ള അടുത്ത കോച്ചിങ്, ടയർ 3-ന് വേണ്ടിയുള്ള അടുത്ത കോച്ചിങ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, ബുക്കുകൾ, നോട്ട്സുകൾ, അങ്ങനെ
വിദ്യാർത്ഥികളെ കംപ്ലീറ്റ് ആയിട്ട് പാനിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ മെയിലും ഇതൊക്കെ അയച്ചതിന്റെ ഫലമായിട്ട് അവർ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നതെന്ന് മാത്രമല്ല, റിപ്ലൈ തന്നെന്ന് മാത്രമല്ല, അതിനുശേഷം വൈകുന്നേരം ഒരു 4:30 കൂടി നമ്മുടെ സൈറ്റിൽ, കേന്ദ്ര വിദ്യാലയ സംഘത്തിന്റെ സൈറ്റിൽ അവരതിന് പബ്ലിക് നോട്ടീസ് റിഗാർഡിംഗ് ഫേക്ക് വെബ്സൈറ്റ്, ഓക്കെ, സൈറ്റിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹിയർ ബൈ ഇൻഫോംഡ് ദാറ്റ് കേന്ദ്ര വിദ്യാലയ സംഘതൻ an autonomous body under the Ministry of Education, Government of India, has no connection with the fake website running with the following URL. ഈ ഒരു URL-ഉമായിട്ട് ഈ ഒരു URL വെച്ചിട്ടാണ് അവരെല്ലാം കാണിച്ചിരിക്കുന്നത്. HTTPS കേന്ദ്രീയ ബാലശിക്ഷ കേന്ദ്ര.in എന്നൊക്കെ പറയും. Therefore, general public is hereby cautioned against such a fake website, and information available to these websites has no connection with the Kendriya Vidyalaya Sanghatan. Any person dealing with such unscrupulous elements will be doing so at his her own risk and cost. In the case, Kendriya Vidyalaya Sanghatan shall no way to responsible for the consequence of thereof. Okay, അപ്പോൾ അവരിങ്ങനെ ഒരു മെയിലും ഒരു നോട്ടീസ് അവർ ഇറക്കിയിട്ടുണ്ട്. കേന്ദ്ര വിദ്യാലയ സംഘടന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര വിദ്യാലയ സംഘത്തിന്റെ വെബ്സൈറ്റിൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാണാൻ പറ്റും. അതല്ലാതെ വേറൊരു സാധനവും ഇതിനെപ്പറ്റിയുള്ള നമ്മുടെ ഈ എന്താ പറയാ നോട്ടീസ് അല്ല, അതായത് പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ബേസിലുള്ള നോട്ടീസ് അല്ലാതെ അതിനുശേഷം വേറൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇത് വേറൊരു സാധനമാണ്. TGTP അവരുടെ നിലവിലുള്ളവരുടെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ നോട്ടീസ് അവർ അയച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം, ഇന്നലെ 4:30 ശേഷം ആ നോട്ടീസ് അവര് അയച്ചു. അവര് ഉത്തരവാദി അല്ല എന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെ പടച്ചു വിടുന്നവര് ഇങ്ങനെ ഒരു എന്താ പറയാ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ഉദ്യോഗാർത്ഥികളെ പാനിക്കാക്കുന്ന രീതിയിൽ ഇങ്ങനെ കടത്തിവിടുന്നവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 1-2 ലക്ഷ്യങ്ങളുണ്ട്. ആ ടെലഗ്രാം ചാനൽ വിടുക, ആ ടെലഗ്രാം ചാനൽ കൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലുകൾ മിനിറ്റുകൾ, നിമിഷങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾക്ക്, കോടിക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അതിൽ കയറുക, അതിൽ നിന്നുള്ള റവന്യൂസ്, ഇതൊക്കെ ആയിരിക്കാം അവരുടെ ലക്ഷ്യം. അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ആ കോച്ചിങ്ങിനെ പറ്റിയുള്ള പെട്ടെന്ന് ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യാനായിട്ട് പോവുക, വേറൊന്നും ചിന്തിക്കുന്നില്ലല്ലോ അവര്. അവർ പോലും ഇങ്ങനെയുള്ള ഈ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റ് വഴി കയറി നോക്കുന്നില്ല. നമ്മൾ അയച്ച മെയിലാണ് ഇത്. ഓക്കെ, നോക്കുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക. ഞാൻ തുടക്കത്തിലെ അന്ന് ആ വീഡിയോ ചെയ്ത സമയത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ആ 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത് കൊണ്ടുവരാനായിട്ടൊരു പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോ അതിനുശേഷം പറഞ്ഞ CTR എന്ന് പറയുന്ന കോമൺ ടീച്ചിങ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന അതിനെപ്പറ്റിയും പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 2 പ്രപ്പോസൽ അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ കൺഫർമേഷനോ കാര്യങ്ങളോ അപ്രൂവഡോ ഒന്നും ആയിട്ടില്ല. അങ്ങനൊരു സംവിധാനം വരണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 10 to അല്ലെങ്കിൽ ഒരു 5 to 10% മാത്രമേ ചാൻസസ് ഉള്ളൂ. ഓക്കെ, ഇനി എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ പഠിച്ചല്ലേ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ പഠിച്ച് എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളൊരു ടീച്ചർ ആവാനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ഗോളെങ്കിൽ, പാഷനെങ്കിൽ നമ്മളത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ ഇങ്ങനെ 3 ടയർ ഒക്കെ വരുമ്പോൾ ഇതൊരു IAS സിവിൽ സർവീസ് എക്സാം ആണ്. 3 ടയർ വരണമെങ്കിൽ പിന്നെ CTET-ന്റെ ഒന്നും ആവശ്യമില്ല. CTET ആവശ്യം ഒരാവശ്യം വരുന്നില്ല. പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ആ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മതിയില്ല, BEd മാത്രം മതി, വേറെ ഒന്നിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. അപ്പൊ ഇതൊക്കെ ഫേക്ക് ആണ്. വെറുതെ അവിടെ ഇവിടെ കയറുന്നത്. നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ലക്ഷ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ അല്ലെങ്കിൽ ഈ KVSന്റെ ഇതേപോലുള്ള ഈ വെബ്സൈറ്റ് നിങ്ങൾ കറക്റ്റ് നോക്കുക. അതിൽ ഈ ഒരു പബ്ലിക് നോട്ടീസ് റിഗാർഡിംഗ് ഫോർ ഫേക്ക് വെബ്സൈറ്റ് എന്നുള്ളൊരു സാധനം മാത്രമേ ഇന്നലെ അവർ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം വേറൊന്നും വന്നിട്ടില്ല. അതിന് മുമ്പ് ഒന്നും വന്നിട്ടില്ല. മുമ്പ് വന്നത് നമ്മുടെ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവ് മാത്രമേ വന്നുള്ളൂ. ഈ ഏപ്രിൽ മാസത്തോടു കൂടി അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റോടു കൂടി ബാക്കിയുള്ള ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, അപ്പൊ നമ്മളത് അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. അപ്പൊ നിങ്ങളിപ്പോ അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പഠിക്കാനായിട്ടുള്ള എന്ത് ചെയ്യുക, കാര്യങ്ങൾ നോക്കി തുടങ്ങുക. ഓക്കെ, അപ്പൊ അത്രമാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം അപ്രൂവ്ഡ് 3 ടയർ അപ്രൂവ്ഡ് എന്ന് പറയുന്നത് അപ്രൂവ്ഡ് അല്ല, നോട്ട് അപ്രൂവ്ഡ് കേട്ടോ. ഞാനത് ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ്, നോട്ട് അപ്രൂവ്ഡ് ആണ്. അങ്ങനെ ഒരു സംവിധാനമേ വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ദയവായിട്ട് പഠിക്കാനായിട്ട് ആരംഭിക്കുക. ഓക്കെ, പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്തെന്നൊക്കെ അറിയാൻ പറ്റും നിങ്ങൾക്ക്.
അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ ക്വാളിഫൈഡ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഇതിനെപ്പറ്റി പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് KVS എഴുതാൻ ആഗ്രഹിക്കുന്നവർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. അത്രേ പറയാനുള്ളൂ. അപ്പം അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള KVS റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കുക. ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്യാം. ഓക്കെ, നിങ്ങൾ മെസ്സേജസിലൂടെയോ കമന്റ്സിലൂടെയോ ഒക്കെ, വാട്സപ്പ് മെസ്സേജിലൂടെയോ നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സിലൂടെയൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് സെക്ഷനിലൂടെ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ നിങ്ങൾക്ക് സംശയങ്ങൾ ആരായാം. അതുപോലെ KVSന്റെ കോച്ചിങ് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിന്റെ അഡ്മിഷൻ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ RRB ടീച്ചർ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്, അഡ്മിഷനും നടക്കുന്നുണ്ട്. അത് 599 ആണ്. ഇതിന്റെ 599 രൂപയാണ് RRB ടീച്ചറിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. KVSന്റെ കോഴ്സ് ഫീ നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളെല്ലാം ആ ലിങ്കിൽ ജോയിൻ ചെയ്തോളൂ താല്പര്യമുള്ളവർ. RRBക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിലൂടെയോ കോളിലൂടെയോ വിളിച്ച് നിങ്ങൾക്ക് അതിന്റെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, RRB എല്ലാ കോഴ്സിന്റെയും റേറ്റ് എന്ന് പറയുന്നത് 599 തന്നെയാണ്. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, അതുപോലെ തന്നെ HSAയുടെ ജനറൽ ബാച്ച്, അതുപോലെ തന്നെ LP-UPയുടെ ലോങ് ടേം. ഓക്കെ, നാച്ചുറൽ സയൻസ് 999 ആണ്, ജനറൽ ബാച്ചിന്റെ 499 ആണ്, LP-UP ഫ്രീ ബാച്ച് ആണ് 299 എന്ന് പറയുന്ന ഒരു അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ, പ്രധാനമായിട്ടും റെയിൽവേയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നവർ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും 2 ദിവസത്തിനുള്ളിൽ. അതുപോലെ KVSൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും എന്ത് ചെയ്യുക, നിങ്ങൾ ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഫേക്ക് ന്യൂസിന്റെ പിറകെ ഇന്ന് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക, പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എക്സാം വിളിച്ചോളും. മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റില് നോട്ടിഫിക്കേഷൻ വന്നോളും. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളോട് പറയാനായിട്ട്. അപ്പൊ എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുക, പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈറ്റ് കേന്ദ്ര വിദ്യാലയ സംഘത്തിന് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ നോക്കുക, അതിലെന്താണ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. എന്നിട്ട് ഈ ഫേക്ക് ന്യൂസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ, അപ്പം ഒരു ടെൻഷനും വേണ്ട, ഒരു പാനിക്കും ആവണ്ട, ഒന്നും ആവണ്ട, ജസ്റ്റ് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അതാണ് നിങ്ങളോട് എനിക്ക് ഈ തരുണത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അതാത് സമയത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ ബാക്കിൽ നിന്ന് കുറച്ച് പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. മറ്റ് പോസ്റ്റുകൾ, ടീച്ചിങ് പോസ്റ്റ് അല്ല, മറ്റ് പോസ്റ്റുകൾ നമ്മുടെ CSRും അങ്ങനെയുള്ള കുറെ പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റെറ്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ആ താഴെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ സീറ്റെറ്റിനെ പറ്റിയുള്ള വിവരങ്ങളുമായിട്ടുള്ള വീഡിയോസ് ഇതിന്റെ ബാക്കിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിവേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.